കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി ഞങ്ങളോട് പായിരിപ്പാനിടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കോട്ടയം സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ദൈവവചന പഠനത്തിൽ പങ്കെടുത്ത് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ഒരു രാത്രിയുടെ കർത്താവ് ഇടയാക്കിനാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം യോശുവ പറയുകയാണ്, പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ മിറക്കിൾ വർക്ക്, ദൈവത്തിൻ്റെ അതിശയ പ്രവർത്തനം എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് രോഗസൗഖ്യം, ഭൗതികമായ കാര്യങ്ങൾ, സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ചേഴ്സ് പറയുന്നത് പോലെ അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ദൈവം അത്ഭുതം ചെയ്യത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് രോഗസൗഖ്യം നൽകാൻ കഴിയും, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റാൻ കഴിയും, നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രയാസങ്ങളുടെ നടുവിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ആണ് നമ്മുടെ ദൈവം, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തി, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരമുണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു പുതിയ മനുഷ്യരാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി. മാത്രമല്ല, ആ പുതിയ സൃഷ്ടിയെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എത്തിക്കുക എന്നുള്ളതും ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണ്. ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അതിപ്രധാനമായ, അതിവേഗം സംഭവിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ദ റാപ്ചർ ഓഫ് ദ ചർച്ചാണ്, സഭയുടെ ഉൽപ്രാവണമാണ്. അത് ഒരു വലിയ അത്ഭുത പ്രവൃത്തിയാണ്. ഈ ശാപകരമായ ഭൂമിയിൽ നിന്ന് പാട്ടുകാർ പാടിയതുപോലെ വാനഗോളങ്ങളെ താണ്ടി ഈ ശൂന്യാകാശത്തിലൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മളെല്ലാം എടുക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാസ്തവത്തിൽ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് വ്യത്യാസമുണ്ടാക്കേണ്ട ആവശ്യമാണ്. അതിനെന്തൊക്കെയാണ് നാം ചെയ്യണം എന്നാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികമെന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. ഇവിടെ ഞാൻ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം ചിന്തിച്ചത്. ഒന്ന്, യോശുവ അതികാലത്ത് എഴുന്നേറ്റു, ജീവിതത്തിന് ഒരു പുതിയ ആരംഭം കുറിക്കപ്പെടുക. ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലി, അത് ദൈവപ്രവർത്തിക്ക് വളരെ ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി ഞാൻ 1-ാമത്തെ ക്ലാസ്സിൽ പറയാനിടയായി. 2-ാമത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിത്തീമിനോട് ബന്ധപ്പെട്ട് പഠിച്ചത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. 5 പ്രത്യേകതകൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനായിട്ട് കഴിഞ്ഞു. ആരെങ്കിലും ഈ ക്ലാസ്സുകൾ ലൈവായിട്ട് കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേൾക്കാവുന്നതാണ്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ഫലം കായ്ക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് യഥാർത്ഥമായും നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കപ്പെടണം എന്നുള്ളതാണ് ദൈവപ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമുക്ക് ആർക്കും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവെ ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തു എന്നും പറഞ്ഞ് നമ്മളാരും ചെന്നതല്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, ഈ സുവിശേഷം ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ അടുക്കൽ എത്തിയപ്പോൾ ആ വചനം കേട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒരു ബോധമുണ്ടായി. ഈ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വന്നത് ഒരു വലിയ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ടല്ലോ, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ, റിവീൽഡ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ അതിപ്രധാനമായ സത്യങ്ങൾ നമ്മൾക്ക് മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി നമ്മളെ തിരഞ്ഞെടുക്കുകയായിരുന്നു.
നമ്മളെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? റോമാലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ഒരിക്കലും പറയുവാനായിട്ട് നിർവാഹമില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അതികഠിനമായ വെയിലുകൊണ്ട് ഈ വൃക്ഷലതാദികളും സസ്യങ്ങളുമൊക്കെ കരിഞ്ഞുണങ്ങുന്ന സന്ദർഭത്തിൽ അവയോടും മനസ്സലിവ് തോന്നി മഴ പെയ്യിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ പ്രകൃതിയെ മാത്രമല്ല എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, മനുഷ്യരെ പ്രത്യേകമായി ദൈവം സ്നേഹിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവം സ്നേഹിക്കുന്നവരെയല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ്. കാൽവരിയിലെ ക്രൂശിൽ സ്വന്തം പുത്രൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്ന്, നമ്മൾ യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കുന്ന പോലെ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന നിലയിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും സ്വന്തം പുത്രനെ തന്നാണ് കർത്താവ് സ്നേഹിച്ചത്. ആ ദൈവസ്നേഹം വാസ്തവമായും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ, ആ ദൈവസ്നേഹം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നപ്പോൾ നമ്മൾ ഈ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി, കർത്താവിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിനാണ് തിരഞ്ഞെടുത്തത്? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ മുഴുവൻ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഫലം കായ്ക്കണം, നിങ്ങൾ വളരെ ഫലം കായ്ക്കണം, നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. എന്താണ് ഈ ഫലം എന്ന ഏകവചനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വിഷയം? നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലങ്ങളെന്ന നിലയിൽ ഗലാത്യ ലേഖനത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന 9 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഫലം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ധൈര്യം, അങ്ങനെ തുടങ്ങിയ 9 ഗുണങ്ങൾ, ദ ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന നിലയിൽ, ആത്മാവിൻ്റെ ഫലം എന്ന നിലയിൽ 9 കൂട്ടം കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർക്കശമായി വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അധികം നിങ്ങൾ ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം, പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യകൽപ്പനയുമായിട്ട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് അന്ത്യകൽപ്പന? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായവും മത്തായി സുവിശേഷം 28-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചാൽ അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിനുശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് അതേ സന്ദർഭത്തിൽ തന്നെ, ഒരേ സന്ദർഭത്തിൽ പറഞ്ഞ വാക്യങ്ങളാണ്. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. അപ്പോൾ ശിഷ്യന്മാരായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടാണ് നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തത്. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ അവനെ അനുഗമിക്കുന്ന അവൻ്റെ ഡിസൈപ്പിൾ, അവൻ്റെ ശിഷ്യത്വ സമൂഹമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസ സമൂഹമല്ല. നമ്മളെല്ലാം വിശ്വാസ സമൂഹം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ശിഷ്യത്വ സമൂഹമാണ്. ശിഷ്യന്മാർ, ഡിസൈപ്പിൾസാണ്. കർത്താവിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യ സമൂഹമാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭയിലുള്ള എല്ലാ വിശ്വാസികളും, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. എന്താണ് അവരുടെ ദൗത്യം? അവർക്കൊരു വലിയ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന പഠിച്ചാൽ അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, പിതാവേ, ഇവർ നിനക്കുള്ളവരായിരുന്നു, എന്നാൽ നീ അവരെ എനിക്ക് തന്നു. എന്നിട്ട് കർത്താവ് അടുത്ത വാക്ക് പറയുക, നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ഈ ലോകത്തിൽ, സുവിശേഷകന്മാരോ മൂപ്പന്മാരോ മാത്രമല്ല, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ വലിയൊരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആയിരിക്കുന്നവരാണ്. വലിയൊരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കുന്നത്. എന്താണ് ആ ദൗത്യത്തിൽ ഗണം? മേക്ക് ഡിസൈപ്പിൾസ്. നമ്മുടെ ജീവിതയാത്ര കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഇവിടെ ഒരു അവസരം തരുമ്പോൾ അത് വാസ്തവത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫലകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. നമുക്ക് ഇവിടെ നമ്മളവിടെ വായിക്കുന്നത്, യോർദാൻ്റെ അടുക്കൽ വന്ന് 3 ദിവസം അവർ താമസിച്ചു.
ഈ യോർദാൻ്റെ അടുക്കൽ വന്ന് 3 ദിവസം എന്തിനാണ് താമസിച്ചത്? ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് ഇവർക്ക് പെട്ടെന്ന് യോർദാൻ കടന്ന് പോകാൻ മേലായിരുന്നു. എന്നാൽ ഈ യോർദാൻ്റെ അടുക്കൽ വന്ന് 3 ദിവസം ഇവർ താമസിച്ചത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്, യോർദാൻ ഇവർ വന്ന് താമസിക്കുന്ന സമയത്ത് കരകവിഞ്ഞൊഴുകുകയാണ്, ആർത്തലച്ചൊഴുകുകയാണ്. യോർദാൻ 3 സീസണിൽ 3 നിലയിൽ ഒഴുകുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒന്ന്, ഈ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകും, വേറൊരു സീസണിൽ ശാന്തമായി ഒഴുകും, വേറൊരു സീസണിൽ ഡ്രൈ ആയിട്ട് ഒഴുകും. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ഒഴുകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കരകവിഞ്ഞൊഴുകുകയാണ്, ആർത്തൊഴുകുകയാണ്. ഒരു കാരണവശാലും അവർക്ക് സ്വയം അത് നീന്തിക്കടക്കാൻ കഴിയത്തില്ല. അതവർക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. ആ ബോധ്യപ്പെടുത്തലിലൂടെ ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്താ? യോർദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോയിങ് ഡൗൺ, താഴേക്ക് വീഴുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റർത്ഥങ്ങൾ കാണും. ഞാനൊരു ഡിക്ഷണറി നോക്കിയപ്പോൾ കണ്ട ഒരു അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, ഗോയിങ് ഡൗൺ. എങ്ങോട്ടാണ് യോർദാൻ പോകുന്നത്? യോർദാൻ ഒഴുകി വീഴുന്നത് ചാവുകടലിലേക്കാണ്. ചാവുകടലിൻ്റെ അവസ്ഥ നമുക്കറിയാം. അത് സോദോം ഗോമോറയാണ്, നമ്മുടെ ലോത്തും കുടുംബവും താമസിച്ച സ്ഥലം. ദൈവം അബ്രഹാമിൻ്റെ പ്രാർത്ഥന മധ്യസ്ഥതയാൽ ലോത്തിനെ സോദോം ഗോമോറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവനെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് അവൻ വലഞ്ഞുപോയ നീതിമാനെന്നാണ്. അപ്പോൾ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ അവിടെ നിന്ന് യൂദായുടെ ലേഖനത്തിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രമാത്രം അധപ്പതിച്ച അധർമ്മം കൊണ്ട് നിറഞ്ഞ ദൈവത്തിൻ്റെ ശാപമേറ്റ് വാങ്ങിയൊരു സ്ഥലമാണ് സോദോം ഗോമോറ എന്ന് പറയുന്നത്. അവിടെ അത് ചാവുകടലായി. ആ ചാവുകടലിലേക്ക് ഈ യോർദാൻ കുത്തി ഒഴുകി വീഴുകയാണ്. ആർത്തുല്ലസിച്ച് വരുന്നത് കാണുമ്പോൾ ഏതാണ്ട് വലിയ കാര്യം സാധിക്കാൻ പോവുകയാണെന്ന് തോന്നും. പക്ഷേ വീഴുന്നത് ചാവുകടലിലേക്കാണ്. അവിടെ അതിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്. ഇവിടെ യോർദാനിലൂടെ യോശുവ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലെ ആകരുത് നിങ്ങളുടെ ജീവിതം. നമുക്ക് കനാനിലേക്ക് പ്രവേശിക്കണം. യോർദാൻ കടന്നേ പറ്റൂ. എരിഹോ കീഴടക്കേ പറ്റുള്ളൂ. കനാൻ പിടിച്ചെടുക്കണം. ദൈവത്തിൻ്റെ സ്വസ്ഥത എവിടെയാണ്? എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മളെല്ലാം സ്വർഗീയ കനാനെ നോക്കി യാത്ര ചെയ്യുന്നവരാണ്. ഭൗതിക കനാനിലേക്കല്ല നമ്മൾ പോകുന്നത്, സ്വർഗീയ കനാൻ. ദൈവം ശില്പിയായി നിർമ്മിച്ച ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ജീവിക്കാൻ ഒരു സ്പാൻ വെച്ചിട്ടുണ്ട്, ലൈഫ് സ്പാൻ ഉണ്ട്. ആ ടൈമിൽ മാത്രമേ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കത്തുള്ളൂ. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ രൂപപ്പെടുത്തി അന്നു മുതൽ എൻ്റെ മരണ ദിവസം വരെ എത്ര കാലം ഞാനിവിടെ ജീവിക്കുമെന്നുള്ളത് ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. ഒരു ഡെസ്റ്റിനി എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം എന്തിനു വേണ്ടി? ഞാൻ ദൈവമക്കളോടാണ് സംസാരിക്കുന്നത്, രക്ഷിക്കപ്പെടാത്ത ആളുകളോടല്ല. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം നിത്യ ന്യായവിധിയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്, സ്വർഗീയ കനാനിലേക്ക് പോകുന്നവരാണ്. നമ്മൾ കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ ജീവിക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ പോകുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടം? ഇന്ന് രാത്രി കാഹളം തുരിച്ചാൽ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ലോകം അത്രമാത്രം കൃത്യതയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാലസ്തീനിലൊക്കെ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും സഭ മാറ്റപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആ മഹാപീഡനം 7 വർഷം, ആ 7 വർഷക്കാലം സഭ ക്രിസ്തുവിനോടുകൂടെ മധ്യാകാശത്തിലാണ്. അത് പുതിയ യെരൂശലേമിലാണ് എന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നു. അവിടെ എന്താണ് നമ്മുടെ പരിപാടി? നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ എങ്ങനെ ജീവിച്ചു തീർത്തു എന്നുള്ളതിൻ്റെ കണക്കുകൾ പരിശോധിക്കുക. 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ നാം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. നാം ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വ്യക്തിപരമായി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത് അവനവൻ ശരീരത്തിരിക്കുമ്പോൾ, 5-ാമത്തെ 10-ാം വാക്യം, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യും നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം ഈ തന്നിരിക്കുന്ന ജീവിതം വെറുതെ നശിപ്പിച്ച് കളയാനുള്ളതല്ല, വഴക്കുണ്ടാക്കി കളയാനുള്ളതല്ല.
നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിൽ കൃഷി ചെയ്യാനോ, ജോലി ചെയ്യാനോ, ബിസിനസ് ചെയ്യാനോ, വീട് വെക്കാനോ, വണ്ടി വാങ്ങിക്കാനോ, വസ്ത്രം വാങ്ങിക്കാനോ, ഭക്ഷണം കഴിക്കാനോ ഒക്കെ സ്വാതന്ത്ര്യം എന്നും ദൈവം നിരസിക്കുന്ന ആളൊന്നുമല്ല. ഒരാളൊരു നല്ല ഭക്ഷണം കഴിച്ചെന്ന് കഴിഞ്ഞ് ദൈവം അയാളെ കുറ്റപ്പെടുത്തുവോ, ഒരു നല്ല വീട് വെച്ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിന് ദേഷ്യം ഉണ്ടാകുമോ, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ അതെല്ലാം ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഈ സ്വർഗീയ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ മേക്ക് ഡിസൈപ്പിൾസ്, മറ്റുള്ളവരെ ശിഷ്യരാക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി പ്രവർത്തിക്കണം, സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കണം, സുവിശേഷത്തിന് വേണ്ടി ചെലവാക്കണം, സുവിശേഷം പറയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് മുന്നിൽ ജാഗരിക്കുകയും അവരെ സഹായിക്കുകയും വേണം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരാൾ ദൈവരാജ്യം ചെന്നേച്ച് എനിക്ക് പ്രതിഫലം തരാൻ പറയാൻ അയാൾക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? ഒരർഹതയില്ല. ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, ദൈവരാജ്യത്തിൽ ആളുകളെ ചേർക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകൾ, ആ ആളുകൾക്ക് തീർച്ചയായിട്ടും അർഹതയുണ്ട്. പ്രതിഫലം കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയാണ് നമ്മളെ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ ജീവിതം ഈ യോർദാൻ പോലെ ഒഴുകി ചാവുകടലിൽ തീരുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറുകയാണോ എന്ന് ഒന്ന് പരിശോധിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം, പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. നിങ്ങൾ ചിലരെ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവരെ ശിഷ്യരാക്കി നിങ്ങളോടൊരുമിച്ച് അവരെ നിത്യതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ടാർഗറ്റ്. അത് നമ്മൾ ചെയ്യാനായിട്ട് കഴിയണം. അതിന് വാസ്തവത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. കലങ്ങിമറിയുന്ന യോർദാൻ നീന്തിക്കിടക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഫലം കായ്ക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള അനേക വേദഭാഗങ്ങളുണ്ട്. 2 വേദഭാഗങ്ങൾ മാത്രം ഞാൻ വേഗത്തിലൊന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്നാം സങ്കീർത്തനമാണ്. 1-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്, അവനെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആളുകൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകൾ, ദൈവത്തോടുകൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം മാത്രമേ അവൻ മുന്നോട്ട് പോകത്തുള്ളൂ. അവനെങ്ങനെയാണ് ജീവിക്കുന്നത്? 1-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കും. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്നാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. പക്ഷേ അങ്ങനെ നടക്കാതിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കണം. അങ്ങനെ നടക്കുന്നവനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. രണ്ടാമതെന്താ? പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല. ദ വേ ഓഫ് സിന്നേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വഴിയുടെ കാര്യമല്ല. പാപികളുടെ വഴിയിൽ നിൽക്കരുതെന്ന് പറയുമ്പോൾ ചിലർ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലൊന്നും വണ്ടി ഓടിക്കാനോ നടക്കാനോ പറ്റിയല്ലോ, രക്ഷിക്കപ്പെടാത്തവരെല്ലാം പാപികളല്ലേ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേ ഓഫ് സിന്നേഴ്സ് എന്താണ്? പാപികളുടെ വഴി. അത് നാശകരമാണ്, നരകത്തിലേക്കുള്ള യാത്രയാണ്. ആ വഴിക്ക് പോകരുത്, നിൽക്കരുത്. മാത്രമല്ല പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? 2-ാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അവൻ ചെയ്യുന്നതൊക്കെയാണ് സാധിക്കുന്നത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ലോകം എങ്ങനെ കീഴ്മേൽ മറിഞ്ഞാലും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം രോഗങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും, ആരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയാലും, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ എന്നെ കടത്തിവിടാൻ ശ്രമിച്ചാലും, ഞാൻ ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷമാണ്. ദൈവകൃപയുടെ ആ കൃപയുടെ ആറിനരികത്ത് നടപ്പെട്ടിരിക്കുന്ന കതിരമരം പോലത്തെ ശക്തമായ ഒരു വൃക്ഷമായിട്ട് ദൈവം നിന്നെ മാറ്റുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത്, നീ ഉഷ്ണം തട്ടിയാൽ പേടിക്കത്തില്ല,
മാത്രമല്ല ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അത് പേടിക്കില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭാഗ്യകരമായൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രയേലിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അത് നമുക്കറിയാവുന്ന വാക്യമാണ്, ഞാൻ ഒന്ന് വായിക്കാം. അവിടെ 5:1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഇസ്രയേലിനെ കുറിച്ചാണ് പറയുന്നത്. അവനതിന് വേര് കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരി നട്ടു, നടുവിലൊരു ഗോപുരവും പണിതു, ഒരു ചക്കുമിട്ടു. എത്ര കൃത്യമായിട്ട് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറയുക, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഒരു നല്ല കുന്നിന്മേൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി ആ നല്ല മുന്തിരി നട്ട് അതിൽ നിന്ന് മുന്തിരിങ്ങ ഉണ്ടായിക്കഴിയുമ്പോൾ അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി ചക്കു വരെ ഇട്ട് കാത്തിരുന്നു. പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണ്. 3-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഈ മുന്തിരിത്തോട്ടം ഫലപ്രദമായി തീരുവാൻ, ഫലമുണ്ടാകുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഞാൻ എന്താണ് ഇനി അതിനു വേണ്ടി ചെയ്തത്? എന്നാൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാം? 5-ാം വാക്യം, ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാനതിന് വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാനതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാനതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ നിന്ന് മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അക്ഷരപ്രകാരം അവരത് ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ്. കർത്താവ് സഭയോട് പറയുന്നത് അത് തന്നെയാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ മുന്തിരിയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ അതിന് കായ്ക്കാൻ സാധിക്കത്തുള്ളൂ. കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും, മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കാത്ത കൊമ്പുകൾ, കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അതിനെ നീക്കിക്കളയും, അതിനെ കത്തിച്ചു കളയും എന്ന് വളരെ വ്യക്തമായി. നരകത്തിൽ വിടുമെന്നല്ല എൻ്റെ അർത്ഥം. ഇബ്രായ ലേഖനം 6-ാം അധ്യായം കൂടെ ചേർത്ത് വായിച്ചാൽ ആ കത്തിച്ച് കളയൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം, വ്യക്തമായ വചനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും സ്വർഗീയ നന്മകൾ ആസ്വദിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചവർ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ദൈവോത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അനവമാനം വരുന്നവരും ആകൊണ്ട് അവരെ ഇനി മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്ന ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. അതുകൊണ്ട് വളരെ ഭയത്തോടെ ഞാൻ പറയുകയാണ്, ഫലകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനാണ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപമുണ്ടാകും. നരകത്തിൽ പോകുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ കഠിനമായ ശിക്ഷണ നടപടികളിലൂടെ നമ്മളെ കടത്തിവിടേണ്ട ആവശ്യം ദൈവത്തിനുണ്ടാകും. ചുട്ടുകളയ എന്ന് പറയുന്ന ആ ഭാരകമായ വേദന അനുഭവിക്കേണ്ടി വരും. ആ മുന്തിരി ചെടിയിൽ നിന്ന് ആ കൊമ്പിനെ മുറിച്ച് നീക്കുന്ന അനുഭവമുണ്ടാകും. അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം. അതുകൊണ്ട് ഫലപ്രദമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുക, അതാണ് വാസ്തവത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവൻ ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെവന്ന് മറുകര കടക്കുമ്പോൾ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, 4-ാമത്തെ കാര്യം, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതം. 1, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതം. 2, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നൊരു ജീവിതം. 3, ദൈവത്തിൽ ആശ്രയിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം. 4, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മൾ ഏറ്റെടുത്തപ്പോഴാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. നമ്മുടെ പേര്
ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയത് യേശുവിൻ്റെ കർത്തൃത്വം നമ്മൾ ഏറ്റെടുത്തപ്പെടാം. ആ കർത്തൃത്വം ഏറ്റെടുത്തതിലൂടെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇനി കർത്താവ് പറയുന്നതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുസരിച്ചോണം. അതുകൊണ്ട് ആ കർത്താവാണ് നമ്മുടെ നാഥൻ, കർത്താവാണ് സഭയുടെ തല, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ്റെ ശരീരമാണ് സഭ, സഭയുടെ പരമാധികാരി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കർത്താവിനെ നമ്മൾ അനുസരിക്കണം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രമാണികൾ പാളയത്തിൽ കൂടി കടന്ന് ജനങ്ങളോട് കൽപ്പിച്ചു. ആരാണ് ഈ പ്രമാണികൾ? ദ ലീഡേഴ്സ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേൽ ജനത്തിന് അവരെ മരുഭൂമിയിലൂടെ അവരെ ജീവിതയാത്രയിൽ നയിക്കുവാൻ ദൈവം അവരുടെ കൂടെയുണ്ട്. നമുക്കറിയാം, കർത്താവ് തന്നെയായിരുന്നു അവരെ നയിച്ചതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവരെ അനുഗമിച്ച ആത്മീക പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. ഇസ്രയേലിനെ മരുഭൂമിയിൽ നടത്തിയത് ക്രിസ്തു തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോൾ തന്നെ അദൃശ്യനായ ക്രിസ്തു അവരോട് കൂടെ നടക്കുമ്പോൾ തന്നെ ദൃശ്യരായ ആത്മീക നേതൃത്വം അവർക്കുണ്ടായിരുന്നു. അബ്രഹാമിലൂടെ ദൈവം വേർതിരിച്ചൊരു സമൂഹമാണ് ഇസ്രായേൽ ജാതി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാർ, അതിനുശേഷം വന്നിട്ടുള്ള ആത്മീയ നേതാക്കന്മാരെയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മോശ, യോശുവ, അങ്ങനെ എത്രയോ ആളുകൾ ന്യായാധിപന്മാരുടെ കാലത്ത്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ ലീഡർഷിപ്പ് കീഴ്പ്പെട്ടാണ് ഇസ്രായേൽ ജീവിക്കേണ്ടി വന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം, പ്രവാചകന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ദൈവവചനം പ്രസംഗിച്ച പ്രവാചകന്മാരെയൊക്കെ കഠിനമായി പീഡിപ്പിക്കുന്ന ഒരു ഇസ്രായേൽ ജാതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കഠിനമായ ശിക്ഷയിലൂടെ കടന്നു പോകേണ്ടി വന്ന ഇസ്രായേൽ ജാതിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്ക് ഒരു ആത്മീക നേതൃത്വത്തെ ദൈവം വെച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. 5 കാറ്റഗറി ഉണ്ടെന്ന് ചിലർ പറയുന്നു, ചിലർ 4 പറയുന്നു. എന്താണെങ്കിലും ലീഡർഷിപ്പ് വളരെ കൃത്യമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒന്നുമില്ല, നമുക്കറിയാം. എന്നാൽ ഇന്നുള്ളത് സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒരു വിഭാഗം ആളുകൾ തന്നെയാണെന്നാണ് പൊതുവെ പല വേദപണ്ഡിതന്മാരും പറയുന്നത്. കാരണം എൽഡർ എന്ന് പറയുന്ന, അല്ലെ അധ്യക്ഷൻ എന്ന് പറയുന്ന, മൂപ്പൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുന്ന യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന യോഗ്യത, തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉപദേഷ്ടാവ് കൂടെയാണ് യഥാർത്ഥത്തിൽ മൂപ്പൻ എന്ന് പറയുന്നത്. അതല്ല, ഇനി ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നവർ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആത്മീകമായൊരു നേതൃത്വത്തെ സഭയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ നേതൃത്വത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ, ആ ആത്മീക നേതൃത്വം പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല എന്നുള്ളത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോണം. ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വേഗത്തിൽ ഓടിച്ചു പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ആത്മീക നേതൃത്വത്തോട് സഭയുടെ പ്രതിബദ്ധത എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വായിക്കുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ദൈവസഭയ്ക്കൊരു ആത്മീക നേതൃത്വത്തെ ദൈവം വെച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോർ യുവർ സ്പിരിച്വൽ മാറ്റേഴ്സ്. നിങ്ങളുടെ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുവാനാണ് ഒരു നേതൃത്വത്തെ ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. തീർച്ചയായിട്ടും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഫോർ യുവർ സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങളുടെ ആത്മീക വളർച്ചയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ അതറിയാം. ക്രിസ്തു എന്ന തലയോളം സഭ വളരണം. എന്താണ് ആത്മീക നേതൃത്വത്തിൻ്റെ ലക്ഷ്യം? പൗലോസ് കൊരിന്ത്യർ വിശ്വാസികൾ പറയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് തെസ്സലോനിക്ക വിശ്വാസി പറയുക, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു. എത്ര കൺസേൺഡ് ആയിട്ടാണ് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയുള്ള ആത്മീക നേതൃത്വത്തോട് നിങ്ങളെങ്ങനെ പ്രതിബദ്ധതയുള്ളവരാകും? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. ഇന്ന് ലോകത്തിൽ 3 തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ. അതിലൊന്ന് എപ്പിസ്കോപ്പൽ ചർച്ചാണ്, ഏകാധിപത്യ ഭരണം. അത് വേദപുസ്തകത്തിന് അനുസരണമല്ല. 2 ജനാധിപത്യ ഭരണം, എല്ലാവരും കൂടെ ചേർന്നുള്ള ഭരണം. സഹോദരിമാരോട് വരെ ആലോചനയൊക്കെ ചോദിച്ച് ഭരിക്കുന്ന സഭകളുണ്ട്. അത് വളരെ രസകരമാണ് കാണാൻ. ജനാധിപത്യ ഭരണം, അതും വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന വിഷയമല്ല. പിന്നെ എന്താണ്?
മൂന്നാമത്തെ ഭരണമെന്ന് പറയുന്നത് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്ന എന്താ? പ്രാതിനിധ്യ ഭരണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂപ്പന്മാരുടെ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ സുവിശേഷകന്മാരും മൂപ്പന്മാരും ഉപദേഷ്ടക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആത്മീക നേതൃത്വത്തിൻ്റെ കീഴിലുള്ള ഒരു സഭ, അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. ആ സഭയ്ക്ക് വിശ്വാസികൾ കീഴടങ്ങണം. പക്ഷെ ഇപ്പോൾ പറയുന്നത് മൂപ്പന്മാരൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല, നമ്മളെല്ലാവരും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞു. അത് നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നാം, പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെയുള്ള സഭകൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് വിനയമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു, നിങ്ങളുടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടി അവർ ജാതിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം അവരെന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി ചെയ്തു. 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അവരെപ്പോഴാണ് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്തത്? നിങ്ങൾ അതുവരെയുള്ള കാര്യം ഒന്ന് ചിന്തിച്ചേ. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ഒന്നാമത് ചെയ്ത കാര്യം. 2, അവർ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടു. 3, അവർ ദൈവവചനം പഠിച്ചു. 4, അവർ ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ആചരിച്ചു. 5, അവർ അപ്പം നുറുക്കിയത്. ഒരാഴ്ചയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രക്ഷയും സ്നാനവും ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്നതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, വേർപാടെന്ന് പറയുന്നത് വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്നുള്ളത് എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? ദൈവവചന പഠനം നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യേണ്ട കാര്യമാണ്. കൂട്ടായ്മ നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നുറുക്കണം. എനിക്കറിയാം ചില ക്രൈസ്തവ സഭകളെ ലോകത്തിൽ അവരുടെ ബൈബിൾ ക്ലാസ്സുകൾക്കും പ്രയർ മീറ്റിങ്ങിനും അറ്റൻഡ് ചെയ്യാത്തവർക്ക് ലോർഡ് സപ്പറിൽ പങ്കെടുക്കാൻ അവർ അനുവാദം കൊടുക്കത്തില്ല. അങ്ങനെയുള്ള സംഭവം കേരളത്തിൽ നടക്കുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ലീഡർഷിപ്പ് ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. കാരണം ദൈവജനം വാസ്തവത്തിൽ കേൾക്കാൻ മനസ്സില്ലാത്തവരായി മാറുകയാണ്, മന്ദതയുള്ളവരായി മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആത്മീക നേതൃത്വത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നൊരു ജീവിതം ഉണ്ടാകണം. അല്ലാഞ്ഞാൽ ആത്മീയ നേതാക്കന്മാർക്ക് നന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നന്നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു കാരണവശാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അതാണ് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. 1 തിമോഥെയോസ് 5:17 18 വാക്യം വായിക്കുമ്പോൾ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണണം. ദൈവമക്കളെ, ദൈവദാസന്മാരെ ബഹുമാനിക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ ബ്രദറുകാരാണല്ലോ. നമ്മുടെ മറ്റു സഭകളെയൊക്കെ നമ്മളൊന്ന് വീക്ഷിച്ച് നോക്കിയേ. ആ സഭയിലുള്ള ആത്മീയ നേതൃത്വത്തോട് അവർക്ക് എന്തൊരു ബഹുമാനമാണ്. പൊതുജനങ്ങളുടെ മുഖ്യയാണെങ്കിലും അവരൊക്കെ എന്ത് ആദരവോടാണ് അവരെ കാണുന്നത്. നമ്മുടെ മൂപ്പന്മാരെ സുവിശേഷകന്മാരെയൊക്കെ നമ്മളെങ്ങനെ കാണുന്നെന്ന് ഒരു ആത്മപരിശോധന നടത്തിയാൽ മതി. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ബഹുമാനിക്കരുതെന്നല്ല, ഇരട്ടി ബഹുമാനത്തിന് യോഗ്യരാകണം. സഹോദര സഹോദരി, എല്ലാവരും ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതന്മാരാ. നമ്മളെല്ലാം ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതൻ. പക്ഷേ അവരിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്തെന്നാണ് മുമ്പ് ഞാൻ വായിച്ചത്. അത് ദൈവസഭയ്ക്ക് വച്ചിരിക്കുന്ന ഒരു ആത്മീയ നേതൃത്വമാണ്. ആ നേതൃത്വം ദൈവത്താൽ ആക്കപ്പെട്ട നേതൃത്വമാണെങ്കിൽ ആ നേതൃത്വത്തെ ബഹുമാനിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് തെറ്റൊന്നുമല്ല. അങ്ങനെ ബഹുമാനിച്ചു പോയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരട്ടി ബഹുമാനത്തിന് യോഗ്യരായിട്ടാണ്. മാത്രമല്ല, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നുമുണ്ടല്ലോ. സഭയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പല ആളുകൾക്കും ഇന്ന് അതറിയാവുന്നത് ഞായറാഴ്ച സഭയിൽ വന്ന് അധ്യക്ഷത ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല. അതല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതും വേണം. സഭയുടെ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചവരാകണം. അതായത് ഒരു മൂപ്പനാണെങ്കിലും സുവിശേഷകനാണെങ്കിലും കഴിയുന്നിടത്തോളം പൂർണ്ണ സമയം പ്രവർത്തിക്കാൻ കഴിയണം. അതുകൊണ്ട് ജോലിയോടൊപ്പത്തിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, റിട്ടയർ കഴിഞ്ഞ് പ്രവർത്തിക്കുന്നവർ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതം തന്നെ സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടണം. അങ്ങനെ മാറ്റിവെക്കുന്ന ആളുകളെയാണ് ആണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വീടുകളിലൊക്കെ പോയി ദൈവവചനം പഠിപ്പിക്കണ്ടേ? പിന്മാറ്റക്കാരെ കാണണ്ടേ? ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങളിൽ വിശ്വാസികളെ കാണണ്ടേ? ദേശത്ത് ഒരു പൂർണ്ണ സമയ പ്രവർത്തകനായിരിക്കണം യഥാർത്ഥത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസന്മാരെന്ന് പറയുന്നത്. അവരുടെ ജീവിത കാര്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങളിൽ നിറവേറ്റുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമാണ്. അതൊരു ഭാരമായിട്ട് ഏറ്റെടുക്കരുത്.
അതൊരു ഗതികേടായിട്ട് ഏറ്റെടുക്കരുത്. മനസ്സിലായല്ലോ? അതൊരു ഔദാര്യമായിട്ട് ഏറ്റെടുക്കരുത്. അതൊരു ഉത്തരവാദിത്തമാണ്. ദൈവം പറഞ്ഞൊരു കൽപ്പനയാണെന്ന് അത് ഏറ്റെടുക്കാൻ കഴിയണം. എന്താ അവിടെ വായിക്കുന്നത്? അവരെ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ, സൗജന്യമായി അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. എന്നാൽ നമ്മുടെ ബഹുഭൂരിപക്ഷം മൂപ്പന്മാരും ആരോടൊന്നും വാങ്ങിക്കാതെ ചെയ്യുന്നവരാണ്. അതിൽ ഞാനവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന സുവിശേഷകന്മാരും ഒരു പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന മൂപ്പന്മാരും സഭയിലുണ്ടെങ്കിൽ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമെന്നുള്ളത് വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. 1 തെസ്സലോനിക്കർ 5:12-13 വാക്യം കൊണ്ട് വായിച്ചാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അവിടെ വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ധാരാളം വാക്യങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവവചനത്തിന് അടിസ്ഥാനത്തിലുള്ളൊരു ജീവിതം നമ്മൾ നയിക്കണം. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച ഫലം പുറപ്പെടുവിക്കുന്ന ഫലപ്രദമായൊരു ജീവിതം നമ്മൾ നയിക്കണം. മാത്രമല്ല ദൈവത്തെ അനുസരിക്കുന്ന, ദൈവദാസന്മാരെ അനുസരിക്കുന്ന, ദൈവസഭയെ അനുസരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ മധ്യയെ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മധ്യയെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവ് വരാൻ സമയമായി. കാലങ്ങളിനി അധികമില്ല. കാഹളം ധ്വനിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് ദൈവസഭയെ മാറ്റുവാൻ പോവുകയാണ്. ഒരുങ്ങാനുള്ള അവസാനത്തെ മണിക്കൂറുകളാണ്. നമ്മൾ വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ വായിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കും. ദിവസങ്ങൾ നമ്മളെ തന്നെ ഒരുക്കാം, ശ്രദ്ധയോടെ ജീവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടും.